ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ഫലസ്തീന്റെയും സിറിയയുടെയും ഒക്കെ പിന്നാലെയാണ്. അടിച്ചമർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ചിന്താശകലങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ലോകത്തുള്ള മുഴുവൻ ജനതയും തിരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലും മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഖേദകരവും ദുഃഖകരവുമായ അവസ്ഥകളാണ്. വളരെ സമാധാനപരമായ ഒരു വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കാനിടയായത്. പള്ളികൾക്ക് നേരെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന സർവേകൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ള സ്റ്റേ ഓർഡർ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമെന്ന് നാമൊക്കെ വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത് വളരെ ആശ്വാസജനകമാണെങ്കിൽ പോലും വരും കാലങ്ങളിൽ ഗതി എന്താണെന്നറിയാത്ത വിധം അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് മുസ്ലിം ലോകം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖിയാമത്ത് നാളാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ്. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം എല്ലാം മുത്തഖീങ്ങളാവുക, അള്ളാഹു നമുക്ക് തന്ന പള്ളികളെയും സൗകര്യങ്ങളെയും നാം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം, ഇവിടെ നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും നമ്മളെ ഏറ്റെടുക്കാനും പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന വസ്തുനിഷ്ഠമായ കാര്യം പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹു ഏറ്റെടുക്കുന്നത് ആരെയാണ്? അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹി അസ്സ വജല്ല. മൂന്ന് വിഭാഗക്കാരുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതാണ്. മൂന്ന് വിഭാഗം ആളുകളുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, റജുലുൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ് ഫഹുവ ളാമിനുൻ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട യോദ്ധാവായ മനുഷ്യൻ, അവന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തേക്കാണ്. അതിന് പറ്റൂലല്ലോ ഇവർക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. യുദ്ധത്തിനു വേണ്ടി ഇറങ്ങേണ്ട സമയങ്ങളൊക്കെ സ്വഹാബാക്കൾക്കും ഇന്ന് ഫലസ്തീന്റെ മക്കൾക്കുമൊക്കെയാണ് യുദ്ധത്തിനു വേണ്ടി ഇറങ്ങുന്ന സാഹചര്യം. അള്ളാഹു അവർക്ക് ഈമാൻ നൽകുമാറാവട്ടെ. ഷഹീദുകളുടെ കൂലി അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വറജുലുൻ ദഖല ബൈതഹു ബിസ്സലാം ഫഹുവ ളാമിനുൻ അലല്ലാഹ്. സലാം ചൊല്ലിക്കൊണ്ട് വീട്ടിൽ കയറിയ ഒരാളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. വീട്ടിനകത്ത് കയറി ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ കയറി ചെല്ലുന്നത് വെറുതെയാണ്. എന്താ വേണ്ടേ? ഒരു നോർമൽ ടോക്കിംഗ് ആയിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് നീ നിന്റെ വീട്ടിന്റെ അകത്ത് കയറി ചെന്നാൽ നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തായി ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ, ഇമാം തിബ്ബി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാമിനു ബിമഅനാ ദില്ലമാനു ഫയഊദു ഇലൽ മഅന വാജിബി അയ്യി വാജിബുൻ അലല്ലാഹി യഅനി ബിമുഖ്തള വഅദിഹി അൻ യക്ലഅഹു മിൻ മലാരിദ്ദീനി വദ്ദുനിയ. അവന്റെ ദുനിയാവിന്റെയും അവന്റെ ദീനിന്റെയും സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കട്ടെ. അമീൻ പറഞ്ഞാൽ മാത്രം പോരാ. വീട്ടിൽ കയറുമ്പോൾ എന്ത് പറയണം? അസ്സലാമു അലൈക്കും. പെണ്ണും പിള്ളേം മക്കളൊക്കെ ഉണ്ടാവുള്ളൂ അതിനകത്ത്. പള്ളി കയറി വരുമ്പോൾ നമ്മൾ വലിയ വായിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊക്കെ പറഞ്ഞു കയറി. വീട്ടിലതില്ല. വീട്ടിൽ ഇപ്പൊ ഭാര്യ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ചെറിയ കാര്യമല്ല. അല്ലാഹു നമ്മുടെ കാര്യം റബ്ബ് ഏറ്റെടുക്കുമെന്ന്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞതെങ്കിൽ മൂന്നാമത് പറയുന്നു,
വറജുലുൻ റാഹ ഇലൽ മസ്ജിദി ഫഹുവ ളാമിനുൻ അലല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നടന്നു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, ഏത് മഴയായാലും ഏത് തണുപ്പായാലും ഏത് മഞ്ഞുകട്ട വീണാലും അവനത് പ്രശ്നമല്ല. നട്ടുച്ചയുടെ വെയിലും അവന് പ്രശ്നമല്ല. അവൻ വാഹനം പോലും കയറി വരില്ല. അവൻ നടന്ന് അല്ലാഹുവിന്റെ പള്ളിയിലോട്ട് കടന്നു വരുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ ഉത്തരവാദിത്തം അവന്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹോദരങ്ങളെ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ? അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരിൽ പ്രമുഖർ അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. പല ആളുകളോടും ചോദിക്കും, എന്താ പള്ളി വരാത്ത, വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട് ഉസ്താദേ. ഇതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമാവുകയില്ല. ഒരു കാരണവുമില്ല നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലെ നിസ്കാരങ്ങൾ അത് നിസ്കാരമായി തന്നെ പരിഗണിക്കില്ല എന്നാ മഹാന്മാര് പറയുക. അള്ളാഹു സ്വീകരിക്കില്ല എന്നാ. വെറുതെ വീട്ടിൽ വാങ്ങ് കേട്ടു, ഇന്ന് വീട്ടിലങ്ങ് നിസ്കരിക്കാം, ശരിയാവൂല. ആ നിസ്കാരം തന്നെ അള്ളാഹു നിസ്കാരം സ്വഹീഹാകും. 4 റക്അത്ത് നിസ്കാരമൊക്കെ ശരി, പക്ഷെ അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ. നോമ്പ് പിടിക്കും, തൊണ്ടയുടെ ഉള്ളിൽ ഭക്ഷണം ഇറങ്ങി താഴെ പോവായിരുന്നാൽ ആ നോമ്പ് അല്ലാഹു സ്വീകരിക്കും. പക്ഷെ നോമ്പ് സ്വീകരിക്കുന്നതിന് മാനദണ്ഡങ്ങൾ വേറെയാണ്. അവൻ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുകയും നടന്ന 2 മാസം കഴിയുമ്പോൾ നോമ്പായി നമ്മുടെ മുന്നിൽ. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു ഏറ്റെടുക്കുന്ന വിഭാഗത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവരെയാണ് അല്ലാഹു കൂടുതലും സെലക്ട് ചെയ്യുക. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയേ, വിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്തുണ്ട്, അല്ലാഹു ഓതി കേൾപ്പിക്കുകയാണ്. ഓരോ ജുമഅയ്ക്കും ഓരോ ആയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ജുമഅയിലെ ആയത്ത്, റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതിഭയങ്കരമായ ഒരു അർത്ഥമാണ്. റിജാലും കുറെ ആളുകൾ. റിജാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പുരുഷന്മാര്, ചെറുപ്പക്കാര്, ആണുങ്ങൾ എന്നൊക്കെയാണ്. ഇവിടെ ചില ആളുകൾ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കട അടച്ചിട്ട് കച്ചവടം മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ. അല്ലാഹു പറയുന്നു ലാ തുൽഹീഹിം, അവരുടെ മനസ്സിന് അലട്ടാത്തവരാണവർ. എത്ര ചിന്തിച്ചു നോക്കിയേ, കട ളുഹർ ബാങ്ക് കേൾക്കുമ്പോ കുറെ ആളുകൾ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? ഇതാണല്ലോ ചർച്ച. എന്റെ കച്ചവടം പോലെ അസറിന്റെ കറക്റ്റ് സമയത്ത് ചായ കുടിക്കാൻ കുറെ ആൾക്കാർ വരാ, അവരും നിസ്കരിക്കൂല. കച്ചവടം ചെയ്യുന്നവനും നിസ്കരിക്കൂല. അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞെന്നറിയാവോ? റിജാലുല്ലാ തുൽഹീഹിം, അവന്റെ മനസ്സിനെ അലട്ടുകയില്ല. അവൻ കടയങ്ങട്ടടച്ചിട്ടവൻ പള്ളിയിൽ വന്നാൽ അൻദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കാനും പള്ളിയിൽ വന്ന് നിസ്കരിക്കാനും പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കാനും ളുഹറിന്റെയും അസറിന്റെയും മഗ്രിബിന്റെയും സമയത്ത് അവന്റെ കടയും അവന്റെ ബിസിനസ്സും അവന്റെ ഫാക്ടറിയും അവന്റെ ബിസിനസിന്റെ സംവിധാനങ്ങളും അവന്റെ കച്ചവടങ്ങളും അവന്റെ വാഹനങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് അവൻ പള്ളിയുടെ ഉള്ളിൽ വന്നാൽ എന്റെ കച്ചവടം എന്താകും അല്ലാ എന്നവന് അലട്ടൂല്ല. എന്റെ ബിസിനസ് തകർന്നു പോകുമോ എന്ന് ഭയവും അവനില്ല. അങ്ങനെയുള്ള ആളുകൾ, എന്റെ പൈസ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അവനില്ല. യൗമ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ഭയമല്ലാത്ത ഭയം അവന്റെ ഉള്ളിലില്ല എങ്കിൽ അവൻ ചെയ്യുന്ന അമലിന് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നതാണ്. വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ലാഹ് തന്നെ പറയുന്നു, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ ഔദാര്യമാണല്ലോ കച്ചവടം.
അള്ളാന്റെ ഔദാര്യമാണല്ലോ നിന്റെ ബിസിനസ്, അള്ളാഹുവിന്റെ ഔദാര്യമാണല്ലോ നിന്റെ വാഹനം, അള്ളാഹുവിന്റെ ഔദാര്യമാണല്ലോ നിന്റെ സംവിധാനങ്ങൾ മുഴുവനും. ആ ഔദാര്യത്തിൽ നിന്ന് നീ ആ സമയത്ത് പള്ളി വന്ന് വേറെ ഒന്നും ചിന്തിക്കാതെ റബ്ബിന് വേണ്ടി മാത്രം നിന്റെ ടൈം സ്പെൻഡ് ചെയ്താൽ അള്ളാഹു ഓൾറെഡി നിന്റെ റിസ്ക് ഇരട്ടിപ്പിച്ച് തരുമെന്ന്. നമുക്ക് വിശ്വാസമല്ല, പേടിയാ കച്ചവടം പോയി അയാൾ ഇപ്പൊ അടുത്ത കടയിൽ പോയി സാധനം മേടിക്കുന്നേ. നമ്മുടെ ഈമാനൊക്കെ എത്ര ദുർബലമാണ് പ്രിയ. പിന്നെ എങ്ങനെയാ പള്ളികൾ ഇവരൊക്കെ അടിച്ചു പൊട്ടിക്കാതിരിക്കുക? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു എന്നിട്ടൊരു വാക്കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് പടച്ച തമ്പുരാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ ഗണത്തിൽ അള്ളാഹു നമ്മളെയും പെടുത്തട്ടെ. ഇവിടെ ഇമാമുന ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവൻ അൽ മുറാദു ബിദാലിക അൻ തകൂന ത്വാഅ. മോനെ, സഹോദരങ്ങളെ, എൻ്റെ മുഅ്മിനീങ്ങളെ, പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ ഗുണങ്ങളല്ലാതെ ദോഷങ്ങളൊന്നുമേ ഇല്ല. നമ്മൾ വരുത്തി വെക്കാറുന്ന ഈ ദോഷങ്ങൾ. ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ കയറിയാൽ നന്മയല്ലാതെ ഒരു തിന്മകൾ കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? പള്ളി കയറിയ ഒന്നുകിൽ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലാം, അല്ലെങ്കിൽ ഖുർആൻ ഓതാം. അപ്പോഴാണ് ളുഹറിന് പിരിക്കാൻ ഒരാൾ പാവം കയറി വരുന്നത്, അവന് 10 രൂപ സ്വതക്ക കൊടുക്കുന്നതും കൂലി. അപ്പോഴാ ഒരാള് പുറത്തിറങ്ങിയിട്ട് അസ്സലാമു അലൈക്കും, പള്ളിയുടെ പുറത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം. എന്താ വിശേഷം? മുഅ്മിനീങ്ങൾ തമ്മിലുള്ള നല്ല സംഭാഷണങ്ങൾ, അള്ളാന്റെ കൂലി. അപ്പോഴാ ഒരാൾ വന്ന് ചോദിക്കും, പള്ളിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാൻ വീണ്ടും കൂലി. കൂലികളുടെ മേളങ്ങളാണ് അള്ളാന്റെ പള്ളി. ആരും അത് തിരിച്ചറിയുന്നില്ല. കവലകളിലും കച്ചവട സാമ്രാജ്യങ്ങളിലുമായി ജീവിതത്തിന്റെ നട്ടപ്പാച്ചിലിൽ അള്ളാന്റെ പള്ളിയെ മറന്നുപോയവരായി ഇന്ന് മുസ്ലിം ലോകം മാറിയപ്പോ അള്ളാഹു അവന്റെ സംരക്ഷണത്തിന്റെ മഹാകവചം ഊരിയെടുത്തിരിക്കുകയാണ്. 250 പേരുള്ള നമ്മുടെ മഹല്ലിൽ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ആകെ 2 സഫ്? നോക്കിയേ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്, അന്നൽ മുഅ്മിന ഇദാ മശാ ഇലൽ മസ്ജിദി ഖാലല്ലാഹു തബാറക സ്മുഹു. തൗറാത്തിലാട്ടോ വന്നേക്കുന്നത്. തൗറാത്ത് മൂസാ നബിയുടെ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിലാണ് വന്നേക്കുന്നത്. അള്ളാന്റെ പള്ളിയിൽ ഒരാൾ വന്നാൽ തബാറക സ്മുഹു, അവന്റെ പേര് അല്ലാഹു ഓർക്കുന്നതാണ്, അല്ലാഹു അവന്റെ നാമത്തെ പുകഴ്ത്തുന്നതാണ്. അല്ലാഹു പറയുമത്രേ, അബ്ദീ, എന്റെ അടിമ വരുന്നുണ്ട്, സാറനി, എന്നെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, അവന് ഞാൻ എന്താ കൊടുക്കുക? അള്ളാഹു പറയാണ്, അവന് ഞാൻ എന്താ കൊടുക്കുക? അവൻ എന്നെ സന്ദർശിക്കാൻ വേണ്ടി അവൻ നടന്നു വരികയാണ്. അവന് ഞാൻ എന്താ കൊടുക്കുക? എന്റെ അടിമയാണ് അവൻ. എന്നെ കാണാൻ വേണ്ടി എന്റെ പള്ളി വരാൻ. സ്വർഗമല്ലാതെ മറ്റൊന്നും അവന് കൊടുക്കാനില്ലല്ലോ എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരോഗ്യമുണ്ട്, സൈക്കിളും ചവിട്ടി വണ്ടിയിലൂടെ ളുഹറിന്റെ മുമ്പും വാങ്ങി കേൾക്കുമ്പോ നമ്മുടെ ഈ മഹല്ലിൽ നാണമില്ലാത്ത മുസ്ലിം എന്ന് പറഞ്ഞ പേരുള്ള കുറെ ആളുകൾ പള്ളിയുടെ മുമ്പിലൂടെ കടന്നു പോകും. ബാങ്ക് കേട്ടാ പോലും പള്ളി കയറൂല. എത്ര നശിച്ചവരാണവർ! അവർക്ക് നാശമാണ്. അസറിൽ വന്നിരിക്കുന്നു, മഹാന്മാര് പറയുന്നു, ഇന്നൽ മലായികത ലതഅജ്ജബു മിനർ റജുലി യമുറു ബിൽ മസ്ജിദി ലാ യുസല്ലി. സമയമായിട്ട് പള്ളിയുടെ മുമ്പിൽ കൂടെ കടന്നുപോയിട്ട് ഒന്നവിടെ കയറി നിസ്കരിക്കാത്തവനെ കുറിച്ചിട്ടും മലക്കുകൾ അത്ഭുതം കൂറുന്നു. ഇവൻ എന്തൊരു കാണ്ടാമൃഗമാണ്, ഇവൻ എന്തൊരു ജീവിയാണ് എന്ന് മലക്കുകൾ അത്ഭുതം കൂറുമെന്നാണ്. ചിന്തിച്ചാ പിന്നെന്താ അവന്റെ അവസ്ഥ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ചെറിയ കളിയല്ല. നിങ്ങളെ കച്ചവടവും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾക്കും വേണ്ടിയിട്ട് അള്ളാന്റെ പള്ളിയെ മറന്നു കളഞ്ഞാൽ മുഅ്മിനേ, അള്ളാഹു നിങ്ങളുടെ സമ്പത്തും ബിസിനസ്സും കൊണ്ട് ഗതി പിടിക്കാൻ അനുവദിക്കൂല. അത് തിന്നാൻ നിങ്ങളെ അനുവദിക്കൂല. നിങ്ങളുടെ മക്കളെ അള്ളാഹു അനുവദിക്കൂല. മാരക രോഗങ്ങളും മാറാ രോഗങ്ങളും മഹാവ്യാധികളും ഇടങ്ങേറിന്റെ ബലാ മുസീബത്തുകളുമായിട്ട് ഒന്നിന്റെ പിറകെ ഒന്നായി നിങ്ങളെ വേട്ടയാടുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഒരു പാഠം. അല്ലാഹു വിടൂല. എത്ര ഗൗരവമാണെന്നറിയും. പള്ളി പൊളിക്കുമ്പോ അല്ലോ പള്ളി, എന്താ നിനക്ക് പള്ളിയുമായിട്ടുള്ള ബന്ധം? എന്താ നിനക്കത് പറയാനുള്ള അവകാശം? പള്ളിയുടെ ആരാണ് നീ? പള്ളിയുമായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ടോ? എടാ, ചത്ത് കഴിയുമ്പോ നിന്റെ ശവം കൊണ്ട് വെക്കാനുള്ളതല്ല പള്ളി. അങ്ങനെയല്ല പള്ളി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ലിൽ മസ്ജിദി ഔതാദൽ ഔതാദനിൽ മലായിക جلساؤهم من غابوا يفتقدونهم وإن مرضوا عادوهم وإن كانوا في حاجة عانوهم إن للمساجد أوتادا. ചില ആളുകളുണ്ട് പള്ളിയുമായിട്ട് ബന്ധങ്ങളാണ്, പള്ളിയുടെ കുറ്റികളാണവർ. ഇപ്പോഴൊന്നും അങ്ങനെ കാണാനില്ല കേട്ടോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. 24 മണിക്കൂറിൽ അവരുടെ സമയത്തിന്റെ പൂർവാധിക ഭാഗങ്ങളും നമ്മുടെ പള്ളിയിലായിരിക്കും. അങ്ങനെയുള്ള കാരണവന്മാർ ഒന്നുപോലും നമ്മുടെ നാട്ടിലില്ല. മരുന്നിനെടുക്കാനില്ല, മരുന്നിനെടുക്കാനില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. പണ്ടൊക്കെ ഫലങ്ങളിൽ കാരണവന്മാർ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പോവില്ല. ഇത് സലാം വീട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, ഇറങ്ങി ഓടാൻ. അള്ളാഹു ചോദിക്കും കേട്ടോ, അള്ളാഹു ചോദിക്കും. മുസ്ലിയാക്കന്മാർക്കും ഇമാമിനും ഖത്തീബിനും ഇല്ലാക്കും മാത്രം വിധിക്കപ്പെട്ടതല്ലടോ പള്ളി. പള്ളി എന്ന് പറയണത് നമുക്ക് വന്നിരിക്കാനുള്ളതാ. അല്ലാഹ് റഹ്മാനായ റബ്ബേ, ഇന്നലിൽ മസാജിദി ഔതാദനിൽ മലായിക ജുലസാഹും, മലക്കുകളോടൊപ്പമായിരിക്കും അവരുടെ സഹവാസം. പള്ളിയിൽ എപ്പോഴും മലക്കിന്റെ സാന്നിധ്യമുണ്ടല്ലോ. അവരെങ്ങാനും ഒരു ദിവസം പള്ളിയിൽ വന്നില്ലെങ്കിൽ അവരെ അന്വേഷിച്ച് മലക്കുകൾ വരെ പോകുന്നതാണ്. മലക്കുകൾ ഒരു ദിവസം അവരെ കണ്ടില്ലല്ലോ തിങ്കളാഴ്ച. ഈ കുഞ്ഞിക്കാരനെ എല്ലാ വക്തും ഇവിടെ നിസ്കരിക്കാൻ പറഞ്ഞ ഒരാൾ കുഞ്ഞിക്ക കണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കണ്ടില്ല. കുഞ്ഞിക്ക എവിടെയാണ് ഉള്ളത്? കാരണവന്മാര് സ്ഥിരമായിട്ട് വരുന്ന ഒരു 7-8 പേരുണ്ട് നമ്മുടെ പള്ളിയിൽ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സുലൈമാനക്ക എത്ര കാല് വയ്യെങ്കിലും ആ സൈക്കിളിൽ കാലും കയ്യും മൂക്കും കണ്ണും കാതും കൊള്ളാൻ വരൂല്ല പള്ളിയിൽ. അവൻ അവിടെ അപ്പോഴും നിന്ന് വണ്ടിക്ക് പുറത്തിരുന്ന് സംസാരിക്കും. ഇശാ ബാങ്ക് കേൾക്കുമ്പോൾ ഹദ്ദാനും വന്നിരിക്കൂല, ഒന്നുമില്ല. കൈയും കാലും തളർന്നവൻ ഏന്തി വലിച്ച് പള്ളി വരുക. നിനക്കുള്ള പണിയാണത്, ചിന്തിച്ചോളണം. അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുന്നൊരു നാളിൽ അള്ളാഹു അവനെ ചൂണ്ടിയിട്ട് പറയും, അവനെ കൈയും കാലും ഞാൻ കൊടുത്തില്ല. അവന്റെ കൈ അവൻ ഏന്തി വലിഞ്ഞാണ് വന്ന് രോഗിയായിട്ട് വന്നിട്ട് നിനക്ക് ഇത് തന്നിട്ട് നീ എവിടെയായിരുന്നു? അള്ളാഹ് ചോദിക്കും, മറുപടി പറയണം. നമ്മൾ ഓരോരുത്തരും വിടൂല, പടച്ചു. ഒന്നിന്റെ കാര്യം പറഞ്ഞു, അള്ളാഹു വിടൂല്ല. നിങ്ങൾ നോക്കിയേ, മഹാനായ മുഹമ്മദ് മുസ്തഫ അവരെങ്ങാനും രോഗിയായാൽ അവരെ സന്ദർശിക്കാൻ മലക്കുകൾ പോകും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളും ഇത് വീട്ടിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പള്ളി ഭംഗിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, പള്ളി നല്ലവണ്ണം കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പള്ളിയുമായിട്ട് ബന്ധപ്പെടണവർ, പള്ളിയുമായി വെറുതെ ഇരിക്കുമെങ്കിൽ ഒന്ന് പള്ളിയിൽ പോയി ഇരുന്ന് കളയാം, അവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലാം. സുബഹിയുടെ സമയമായാൽ കുറെ നേരം കൂടി ഇരിക്കാം. സുബഹിയുടെ നേരം കഴിഞ്ഞാൽ കുറെ നേരം ഇരിക്കുന്നവരുണ്ട് നമ്മുടെ പള്ളിയിൽ. അല്ലാഹു ഈമാൻ തരട്ടെ. അതുകൊണ്ട് സലാം വീട്ടിൽ കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടല്ലേ മനുഷ്യ. പള്ളി അഭയമാണ്, പള്ളി നന്മയാണ്, പള്ളി നമ്മുടെ ജീവിതമാണ്, പള്ളി നമ്മുടെ മരണമാണ്. മരിച്ചു കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം കിടക്കേണ്ടതും ഈ പള്ളിക്കാട്ടിലാണ്. ഇത് മറന്നിട്ടാണ് ഓട്ടം, ഇത് മറന്നിട്ടാ ഓട്ടം, ഇത് മറന്നിട്ടാണ് നമ്മുടെ ഓട്ടപ്പാച്ചിലെങ്കിൽ നിങ്ങൾ കേട്ടോ. അനബി സഈദിൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ സ്വഹാബിയാണ്, പറയുന്നുണ്ട്, ദഖല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ
റസൂല് പ്രവേശിച്ചു. പള്ളിയിൽ കടന്നു വന്നപ്പോ അൻസാരികളിൽപ്പെട്ടൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. യുഖാലു ലഹു അബൂമാമ. അബൂമാമ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഒരു സ്വഹാബിയാൻ. നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാത്ത്. നിസ്കാരമല്ലാത്ത സമയങ്ങളിലും കുറെ നേരമായിട്ട് പള്ളിയിൽ നീ വന്നിരിക്കുന്നത് നിന്നെ കാണുന്നുണ്ടല്ലോ അബൂമാമ. എന്താണ് നിനക്ക് പറ്റിയത് അബൂമാമ? പള്ളിയിൽ നിന്ന് മൂപ്പര് ഇറങ്ങൂല, പള്ളി തന്നെയാണ് 24 hours. നീ നിസ്കരിക്കാത്ത സമയത്തും പള്ളിയിലാണല്ലോ. എന്താ അബൂമാമ നീ പള്ളി വന്നിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടത്തോടുകൂടി അബൂമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുമൂമുൻ യാ റസൂലല്ലാഹ് ലസിമനി ലസിമതനി വദുയൂനു യാ ഹബീബല്ലാഹ്. ടെൻഷനാണ് നബിയേ കൽബിന്റെ ഉള്ളിൽ. എന്ത് ടെൻഷൻ? കുറെ കടം വന്ന് കയറിയിട്ടുണ്ട് നബിയേ എന്റെ ജീവിതത്തിൽ. ആകെ വല്ലായ്മയാണ് യാ റസൂലല്ലാഹ്. പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് ഭയമായി പോകുന്നുണ്ട് നബിയേ. നീ കടവും കയറിയിട്ട് പള്ളിക്കകത്തൊന്ന് കുത്തിരിക്ക, പുറത്തുപോയി പണിയെടുക്കടാ എന്നല്ല റസൂലുള്ള പറഞ്ഞത്. നമ്മളാണെങ്കിലോ അവൻ കടം കേട്ടാ പള്ളിയുടെ മൂലയിൽ പോയിരിക്കുക, നമുക്ക് പണിയൊന്നും എടുക്കൂല എന്ന് പറയും അല്ലേ? റസൂലുള്ള പറഞ്ഞ എന്തെന്നറിയോ? ഫലാ ഉഅല്ലിമുക കലാമാ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖലാ അൻക ദൈനക. ഞാനൊരു കാര്യം നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ അബീ ഉമാമ? നീ എങ്ങാനും നിന്റെ ജീവിതത്തിൽ അത് പറഞ്ഞാൽ അദ്ഹബല്ലാഹു ഹമ്മക, നിന്റെ ടെൻഷൻ അല്ലാഹു നീക്കി തരുന്നതാണ്. വഖലാ അൻക ദൈനക, നിന്റെ കടം അല്ലാഹു വീട്ടി തരുന്നതാണ്. കുറച്ച് കാശാട്ട് നബിയെ ഇത്രയും ചൊല്ലിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നമ്മളങ്ങനെ പറയും. സാമാര് പറയും ഇത് ദിക്റില്ലേട്ടാ എന്റെ പൊന്നു സാറൊക്കെ ഒരുപാട് ചെല്ലിയതാ, രക്ഷയില്ല. നമുക്ക് വിശ്വാസമില്ല. ദിക്റില്ല കടം മാറും, സ്വലാത്ത് ഇല്ല കടം മാറും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്ത് പറ മക്കളെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ബലാ യാ റസൂലല്ലാഹ്. അബൂമാമ തങ്ങൾ പറഞ്ഞു തന്നാൽ നബിയേ, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത. രാവിലെ പൊട്ടി വിടരുമ്പോൾ വൈകുന്നേരമായാലും നീ പറയണേ അബീ ഉമാമ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മ്. ടെൻഷനിൽ നിന്ന് നീ എനിക്ക് കാവലേകണേ അല്ലാഹ്. വൽ ഹുസ്ൻ, സോറോ ദുഃഖത്തിൽ നിന്നും നീ എനിക്ക് കാവലേകണേ അല്ലാഹ്. വ അഊദു ബിക മിനൽ അജ്സ്, അശക്തിയിൽ നിന്ന് എനിക്ക് കാവലേകണേ അല്ലാഹ്. വൽ കസൽ, മടിയിൽ നിന്നും നീ കാവലേകണേ അല്ലാഹ്. വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭ്രാന്തിൽ നിന്നും പിശുക്കിൽ നിന്നും കാവലേകണേ അല്ലാഹ്. വ അഊദു ബിക മിൻ വലബത്തി ദൈനി വ ഖഹരി റിജാൽ, കടം വന്ന് കയറുന്ന ഗതികേടിൽ നിന്ന്, ആളുകൾ എന്നെ വന്ന് ആക്രമിക്കുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ തമ്പുരാനെ, എന്നെ കാക്കണേ തമ്പുരാനെ. ഞാനത് ചെയ്തു. ഫഅദ്ബഹല്ലാഹു തആല ഹമ്മി വഗമ്മി വഖളാ അന്നി ദൈനി. എൻ്റെ ടെൻഷൻ പോയി, എൻ്റെ കടം മാറി, എൻ്റെ ദുഃഖം മാറി, എൻ്റെ മനസ്സിന് റാഹത്തായി. മഹാനായ മുഹമ്മദ് മുസ്തഫ നമ്മുടെ നിസ്കാര ശേഷം ഇവിടെ ചെല്ലാറുണ്ട് ഈ ദുആ. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? കടമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അതാണോ പള്ളി വരാത്തത്? ടെൻഷൻ മാറാൻ വേണ്ടി ടൂറിന് പോവാ, എന്നിട്ടോ ബസ്സിൽ കിടന്ന് അറുമാദിക്കാണ് പാട്ടും കൂത്തുവിട്ട്. ഇതാണോ ടെൻഷൻ മാറാനുള്ള വഴി? ആണോ? ടെൻഷൻ ആ ഉസ്താദേ രണ്ടാമത് വീശിയാണ് ടെൻഷൻ മാറുള്ളൂ. കള്ളു കുടിക്കാൻ പോവാ ടെൻഷൻ മാറാൻ വേണ്ടി. ടെൻഷൻ മാറാൻ കള്ളു കുടിക്കുക? ടെൻഷൻ ഉണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ നിന്നോട് അള്ളാഹ് പറഞ്ഞ എന്തെന്നറിയോ? പള്ളിയിൽ വാ, 2 റക്അത്ത് ഒറ്റയ്ക്ക് നീ നിസ്കരിക്ക്, എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടി നീ ദുആ ചെയ്യ്. നിന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരും. അല്ലാതെ ആവലാതി പിടിച്ച് കിടന്ന് നെട്ടോട്ടോടലല്ല.
രോഗമുണ്ടോ നിനക്ക്, നീ പള്ളിയിൽ വാ. നീ ഒരു മൂലയിൽ നിന്ന് ദുആ ചെയ്ത് മാറാതിരിക്കില്ല. ഈമാൻ വേണം മോമിനെ. ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോവുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ധാരാളം സംഭവങ്ങളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഅതില്ലാഹു യൗമൽ ഖിയാമത്തി ബിമസാജിദിദ് ദുനിയാ. ഖിയാമത്ത് നാളിൽ പള്ളിയെ അല്ലാഹു ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. എല്ലാ പള്ളികളും, പൊളിച്ചതും പൊളിക്കാത്തതും ഉണ്ടാക്കിയതും ഉണ്ടാക്കാനുള്ള സർവ്വ പള്ളികളും ഖിയാമത്ത് നാളിൽ വരും. വെസ്റ്റ് മുടിക്കൽ നമ്മുടെ പള്ളി ഉണ്ടാവും. നല്ല പ്രൗഢിയോടുകൂടി അല്ലാഹു തൗഫീഖ് തരട്ടെ. കേട്ടോ മനുഷ്യരെ, നല്ല വെളുത്ത മൃഗങ്ങളെ പോലെ, നല്ല സൗന്ദര്യമുള്ള മൃഗങ്ങളെ പോലെ, അതിങ്ങനെ ആന എഴുന്നള്ളുന്നത് പോലെ ഓരോ പള്ളിയും എഴുന്നള്ളുന്നതാണ് ഖിയാമത്ത് നാളിൽ. അവന്റെ ഓരോ തൂണുകളും അംബറാണ്, സുഗന്ധദ്രവ്യങ്ങളാണ്. അതിന്റെ പിടലികളും അതിന്റെ ആ രൂപത്തിലുള്ള വസ്തുക്കളിൽ സഗ്ഫറാൻ കുങ്കുമങ്ങളാണ്. അതിന്റെ തലയുടെ ഭാഗത്ത് മിസ്കാണ്. വെള്ളപ്പട്ട് പച്ചപ്പട്ട് ഇങ്ങനെ പുതപ്പിച്ചുകൊണ്ട് പള്ളി ഇങ്ങനെ ആഡംബരത്തോടുകൂടി ഇങ്ങനെ എഴുന്നള്ളി വരുമ്പോ ആ പള്ളിയുടെ ഇമാമിങ്ങളും ആ പള്ളിയിൽ സേവനം ചെയ്തവരും അതിന്റെ പരിപാലകരുമായ ആളുകൾ ആ പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നതാണ്. നീതിയോടുകൂടി ആ പള്ളിക്ക് കോട്ടം വരാതെ പള്ളിയുടെ നന്മയുമായിട്ട് പ്രവർത്തിച്ച മുഴുവൻ ആളുകളും ആ പള്ളിയുടെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു വരികയാണ്. പള്ളിയിൽ നിത്യമായി നിസ്കരിക്കാൻ വരുന്നവര് അവരെപ്പോ നോക്കിയാലും ഒന്നാമത്തെ സഫിലുണ്ടാകും, അല്ല രണ്ടാമത്തെ സഫിലുണ്ടാകും. ഒരു കാരണം പറഞ്ഞും പള്ളിയിൽ നിന്ന് പിന്മാറി പോകുന്നവരല്ല. പള്ളിയെ ഖിയാമത്ത് നാളിൽ അല്ലാഹു എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോ പള്ളി എഴുത്തിക്കാഫിരുന്നവരും പള്ളിയുമായി നിരന്തരം ബന്ധപ്പെട്ടവരും ആ പള്ളിയുടെ കൂടെ ആ മൃഗങ്ങളെ പോലെ കടന്നു വരുന്ന, സൗന്ദര്യമുള്ള മൃഗങ്ങളെ പോലെ കടന്നു വരുന്ന അതിന്റെ ചാര ഇങ്ങനെ നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത് ഇടിമിന്നലിന്റെ വേഗതയിലാ സിറാത്ത് കടന്നു പോവുക. ഇടിമിന്നലിന്റെ വേഗതയിലാ മഹിശറിൽ അവരെ ഹിസാബ് കഴിയുക, അവരെ മീസാൻ തൂക്കുക, അവരുടെ നന്മതിന്മകൾ തൂക്കുക, അവരുടെ ഓരോ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുക. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഈ പള്ളിയുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാർ ചുറ്റും നിൽക്കും. അവർ ചോദിക്കും, ഇതൊക്കെ മലക്കുകളാണോ? മലക്കുകളാണോ? ചുറ്റും നിൽക്കുന്നവർ ചോദിക്കും, ഇതൊക്കെ മലക്കുകളാണോ? മലായികത്തുൽ മുഖറബൂന വ അംബിയാ വ മുർസലൂൻ. ഇവർ അംബിയാക്കളും മുർസലീങ്ങളുമാണോ? ഫയുനാദാ, വിളിച്ചു പറയപ്പെടുമത്രേ, മഹഉലാഇ ബിമലായികത്തി വല അംബിയാ. അംബിയാക്കളും മലക്കുകളൊന്നും അല്ലടോ ഇത്. വലാകിന്നഹും അഹ്ലുൽ മസാജിദ്. അവർ പള്ളിയുടെ അഹ്ലുകാരാണ്. പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നവരാ. തൊട്ടടുത്ത് കിടന്നാലും വരൂല, തൊട്ട് ദൂരെ പള്ളി നടന്നു വരാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും വരൂല. പള്ളി വേണ്ട വേണ്ട വേണ്ട. മൂന്നുമ്പോ ഒന്ന് വന്നു പോവാനുള്ളതല്ലടോ പള്ളി. എല്ലാ ദിവസവും 5 നേരമല്ല, 6 നേരമല്ല. നിനക്ക് സമയം കിട്ടുമ്പോ വന്നൊന്നിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലാനുള്ളതാ പള്ളി. അപ്പോഴാണ് നിങ്ങൾക്ക് പള്ളിയുടെ അഹലുകാരാവുക. അല്ലാതെ നമുക്കൊരു ഇത് വരുമ്പോ ഓടി വന്ന് പെരുന്നാൾ നിസ്കരിക്കാനും ഒന്ന് തറാവീഹിന് വന്ന് കുമ്പിട്ട് പോവാനും അഹ്ലുൽ മസ്ജിദ് അല്ല. അവരെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുകയുമില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽ മുഹാഫിളൂന അലാ സ്വലവാതി മിൻ ഉമ്മത്തി മുഹമ്മദ്.
മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മസ്ജിദിന്റെ അഹ്ലുകാരാണ്. പ്രകാശധാവള്യത്താൽ ആ പള്ളികളുടെ കൂടെ കടന്നു പോവുക എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെസ്റ്റ് മുടിക്കലിന് മുഅ്മിനീങ്ങളെ, നിങ്ങളെ വീടിനേക്കാൾ, നിങ്ങളെ കുടുംബത്തെക്കാൾ, നിങ്ങളുടെ ജീവിതത്തെക്കാൾ നിങ്ങൾ ഈ സ്ഥാപനത്തെ ഇഷ്ടപ്പെട്. ഇവിടെ തിളങ്ങുന്ന ഓരോ ലൈറ്റുകളെയും, ഈ മതൽക്കെട്ടുകളെയും, ജന്നലുകളെയും, കഥകളെയും, ഇവിടെ നിന്ന് കേൾക്കുന്ന ബാങ്കിനെയും പള്ളിയെയും ഇക്കാമത്തിനെയും നമസ്കാരത്തെയും കൽബ് കൊണ്ടൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് ആരെയും തൃപ്തിപ്പെടുത്താനല്ല, ഒന്ന് പള്ളിയുമായിട്ട് ബന്ധപ്പെട്. ഇല്ലെങ്കിൽ നാളെ മരിക്കുമ്പോ കൊണ്ടുവയ്ക്കുന്ന സഫിൽ കൊണ്ടുവരുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂല. മുർസലീങ്ങളും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളുടെയും ഒരു അർവാഹുകളുടെ സാന്നിധ്യങ്ങളും ഉണ്ടാവൂല. മനുഷ്യൻ മരവിച്ച് ചത്ത് ചമഞ്ഞു പോകുന്നത് പോലെ കൊണ്ട് പള്ളിക്കാട്ട് കുഴിച്ചിടുന്നത് പോലെ കൊണ്ടിടാനല്ലാതെ ഒരു ഗുണങ്ങളും ഉണ്ടാവൂല. നിങ്ങളെ ഒരു ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കൂല. അതുകൊണ്ട് ബന്ധപ്പെട്, നിസ്കരിക്ക്, പള്ളിയുമായിട്ടുള്ള കാര്യങ്ങളിൽ സഹവാസവും സഹകരണങ്ങളും എല്ലാം ഉണ്ടാകുക. അല്ലാഹു നീതിപൂർവവും ഖൈറിലും ബറക്കത്തിലുമായി ഈ സ്ഥാപനത്തിനെ കൊണ്ടു നടന്ന് ഖിയാമത്ത് നാളിൽ ഈ പറയപ്പെട്ട അഹ്ലുകാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ദുആ ചെയ്തുകൊണ്ട് ധാരാളം പറയാനുള്ളത് കൊണ്ട് ചുരുക്കി അവസാനിപ്പിക്കുന്നു. സമയം അതിക്രമിച്ചു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.